ഹൈ റിട്ടേൺ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റ്, റിയൽ എസ്റ്റേറ്റ് ഫ്ലിപ്പ് മാത്രമാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഹായ്, ഞാൻ ഷമീം കാപ്പിൽ, വെയർ ഹൗസ് ആൻഡ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കൺസൾട്ടന്റ്. ആസ് ഒരു ഇൻവെസ്റ്റർ എപ്പോഴും ഇൻവെസ്റ്റ്മെന്റ് സേഫ് ആണോ? റിട്ടേൺസ് എത്രത്തോളം കിട്ടുന്നുണ്ട്? എത്ര ടൈം എടുക്കും അതിൻ്റെ ROI മീറ്റ് ചെയ്യാൻ എന്നുള്ള കാര്യങ്ങളായിരിക്കും. എന്നാൽ ഒത്തിരി ആളുകളുടെ കോമൺ മിത്ത് എന്ന് പറയുന്നത് ഒരു ഹൈ റിസ്ക് ഉണ്ടെങ്കിൽ മാത്രമേ ഹൈ റിട്ടേൺസ് ഉണ്ടാക്കാൻ സാധിക്കൂ എന്നാണ്. അതുപോലെ ഒരു ഫാസ്റ്റ് മണി തന്നെയാണ് ഒരു സ്മാർട്ട് ഇൻവെസ്റ്റ്മെന്റ് എന്ന് വിചാരിക്കുന്ന ഒത്തിരി ആളുകളുണ്ടാകും. പക്ഷേ റിയാലിറ്റി അങ്ങനെയല്ല. ട്രൂ, ഒരു ഹൈ റിട്ടേൺ ഉണ്ടാവുന്നത് നോയ്സ് ഉള്ള മാർക്കറ്റിലല്ല, ഡിമാൻഡ് ഓൾറെഡി എക്സിസ്റ്റിംഗ് ചെയ്യുന്ന സെക്ടറിലാണ്. ടുഡേ ബിസിനസ് ഡോണ്ട് വാണ്ട് അസെറ്റ്, ദേ വാണ്ട് ഇൻഫ്രാസ്ട്രക്ചർ. ഇപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ വെയർ ഹൗസ്, മാനുഫാക്ചർ യൂണിറ്റ്, കോൾഡ് സ്റ്റോറേജ്, ഇൻഡസ്ട്രിയൽ സ്പേസ്, ലോജിസ്റ്റിക്സ്, ഇത്തരം പ്രൊജക്റ്റിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ ആസ് ഒരു ഇൻഡസ്ട്രിക്ക് കിട്ടാൻ പോകുന്നത് ഒരു പ്രെഡിക്റ്റബിൾ ഇൻകം നമുക്ക് പറയാൻ സാധിക്കും. ഇത്ര എമൗണ്ടിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഇൻകം കിട്ടിക്കൊണ്ടിരിക്കും. ആൻഡ് ഒരു ലോങ് ടൈമിലേക്ക് നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാം. അതൊരു ഷോർട്ട് ടൈമല്ല, സേഫായിട്ട് ഒരു ലോങ് ടൈമിലേക്ക് പാനിക് ഇല്ലാണ്ട് നമ്മൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് പോയിട്ടും ബിസിനസ് ചെയ്യുകയാണെങ്കിലും വർക്ക് ചെയ്യുകയാണെങ്കിലും ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ നിങ്ങൾക്ക് ലോങ് ടൈം പാനിക് ഇല്ലാണ്ട് നിങ്ങൾക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. പിന്നെ ക്യാപിറ്റൽ ഒരു പ്രൊട്ടക്ഷൻ നമുക്ക് എപ്പോഴും ഇതിനകത്ത് ഉണ്ടാവും. പ്രൊജക്റ്റിൻ്റെ ഒരു അപ്രിസിയേഷനും അതുപോലെ അതിൻ്റെ ഒരു വാല്യൂ കൂടിക്കൊണ്ടിരിക്കും വർഷം തോറും. അത്രയും സേഫായിട്ട് നല്ലൊരു ഡിമാൻഡുള്ളൊരു മാർക്കറ്റായിട്ടാണ് ഇത്തരം പ്രൊജക്റ്റിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് ആസ് ഒരു ഇൻവെസ്റ്റർക്ക് കിട്ടാൻ പോകുന്നത്. പക്ഷേ എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റും ഒരുപോലെ റിട്ടേൺസ് തരുമെന്ന് ഞാൻ പറയുന്നില്ല. ഇവിടെ ഒരു സ്മാർട്ട് ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് നമുക്ക് ഒരു സ്ട്രക്ചർ ഉണ്ടായിരിക്കണം, അതുപോലെ ഒരു ഡിമാൻഡ് ഉണ്ടായിരിക്കണം. അത്തരം മാർക്കറ്റിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അത് സേഫായിട്ട് പാനിക് ഇല്ലാണ്ട് നമുക്കൊരു ലോങ് ടൈമിലേക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഹൈ റിസ്ക് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ഹൈ റിട്ടേൺസ് കിട്ടുമെന്ന് ഇല്ല. ഇവിടെ സേഫാണ്, പ്രെഡിക്റ്റബിൾ ആണ്. നിങ്ങളൊരു ഇൻവെസ്റ്റർ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു സമയമാണിത്. താങ്ക് യു.